എവ്രിവൺ. ഈ പാക്കിംഗ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാനിത് എങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. ഇപ്പം ഞാനിപ്പം ഡൽഹിയിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിലാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞാൻ ഗേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഈ ഡൽഹി എയർപോർട്ട് എന്നെ ചുറ്റി കാണാൻ വേണ്ടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നു എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ 1.5 hours ഓഫ് ജേർണിക്ക് ശേഷം നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയേക്കുവാണ്. എയർപോർട്ടിലാണ്. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ്. അപ്പോൾ അഹമ്മദാബാദിൽ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതാണ് ഗാന്ധി ആശ്രം. ഇവിടുത്തെ ഗാന്ധി ആശ്രമത്തിന് സബർമതി ആശ്രമം എന്നും പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, സബർമതി റിവറിൻ്റെ സൈഡിലാണ് ഈ ഒരു ആശ്രമം വരുന്നത്. ആശ്രമത്തിൻ്റെ ടൈം ലൈനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. 1915 to 1930 വരെയുള്ള ടൈം പീരിയഡിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉണ്ടായേക്കുന്നതെന്നില്ല എൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് അതിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ദണ്ഡി മാർച്ച് അഥവാ സോൾട്ട് മാർച്ച് ഓർ ഈവൻ സോൾട്ട് സത്യാഗ്രഹ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ ഒരു ആശ്രമത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ റൂട്ട് മാപ്പാണ് നമ്മളിപ്പോ കാണുന്നത്. എല്ലാവർക്കും അറിയാലോ കസ്തൂർബ ഗാന്ധി ആണ് ഗാന്ധിജിയുടെ വൈഫ് എന്ന്. കസ്തൂർബ ഗാന്ധിയുടെ സ്റ്റാച്യു ആണ് നമ്മളിപ്പോ കാണുന്നത്. വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു സ്റ്റാച്യു ആണ് കേട്ടോ ഗാന്ധിജിയുടെ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നതാണ് സബർമതി റിവർ അഹമ്മദാബാദിലെ. ആ റിവറിൻ്റെ രണ്ട് സൈഡിലും അഹമ്മദാബാദിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഗാന്ധി ആശ്രമം ഉള്ളത്. ഇതിൻ്റെ വേറൊരു സൈഡിലേക്ക് നമ്മൾ വന്നേക്കുവാണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. റിവറിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ പുല്ല് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെഷീനറിയാണ് ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഗാന്ധിജി സ്റ്റേ ചെയ്തേക്കുന്ന വീട് കാണാൻ വേണ്ടി പോവാം. 1918 to 1930 വരെ ഗാന്ധിജി സ്റ്റേ ചെയ്തേക്കുന്ന ഹൗസാണിത്. ആക്ച്വലി ഇത് ഹാർട്ട് ഓഫ് ദി ആശ്രം എന്ന് വേണേലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാം. ഈവൻ ആഫ്റ്റർ ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ടും നമുക്കിവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.
ഇവിടെ ആയിരുന്നു കേട്ടോ ഗാന്ധിജിയുടെ ഡിസൈപ്പിൾസ് സ്റ്റേ ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. മാഡ്ലിൻ സ്ലേഡ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ലേഡി ആയിരുന്നു ഗാന്ധിജിയുടെ ഡിസൈപ്പിൾ. ഇവിടെ ആയിരുന്നു അവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ മീര ബെഹൻ എന്ന് പറഞ്ഞായിരുന്നു ഗാന്ധിജി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗാന്ധി ആശ്രമിൽ നിന്ന് അഹമ്മദാബാദിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള നെക്സ്റ്റ് പ്ലേസിലേക്ക് നമുക്ക് പോകാം. അഹമ്മദാബാദിലെ ലോ ഗാർഡനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ നല്ലൊരു പ്ലേസാണ് ഇത് ഈ ഒരു ലോ ഗാർഡൻ. കൂടുതലും ഞാൻ കണ്ടേക്കുന്ന ഇവിടുത്തെ എത്നിക് വെയർ ഡ്രസ്സായിരുന്നു. അതേപോലെ എത്നിക് ജ്വല്ലറീസും ഫുഡ് വെയർസും ഒക്കെ ഞാനിവിടെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടായിരുന്നു. ഞാനും അങ്ങനെ ഇവരുടെ എത്നിക് വെയർ ഡ്രസ്സ് വാങ്ങിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ലോ ഗാർഡനിൽ നിന്ന് റെഡിയായി നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് വന്നേക്കുവാണ്. ആക്ച്വലി ഇത് നവരാത്രിയുടെ ടൈമിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മറന്നു പോയായിരുന്നു. ഇപ്പം ഇങ്ങനെ ഗാലറി കൂടി പോയപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പറ്റത്. അപ്പം ഞാൻ വിചാരിച്ചാണ് പിന്നെ അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത ഇവരുടെ എത്നിക് വെയർ ഡ്രസ്സ്. ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ ഫുൾ സൈസ് വീഡിയോ ആണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയല്ലോ നമ്മുടെ Day 1 വീഡിയോ ഇൻ അഹമ്മദാബാദ്. സോ പാർട്ട് 2 ആയി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.